കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആർഎസ്എസ് നേതാവ് ദത്താത്രേയ ഹൊസബലയുടെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. ആർഎസ്എസ് കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം സ്വപ്നം മാത്രമെന്ന് കോടിയേരി പ്രതികരിച്ചു. കേരളത്തിനെതിരെ ഉയർത്തിയത് വിചിത്ര ആരോപണങ്ങളെന്ന് രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളുടെ പ്രതികരണവും വരുന്നു. कन्नूर में जितने भी हुए हैं उसका पैटर्न एक है, वही पैटर्न तिरुवनंतपुरम में हुआ है. That shows they are trained people. Number 2, targeted attacks. I have said in month of February and March we have requested the President of India and the Home Minister, and we are happy that the Home Minister talked to the State Chief Minister recently, and also the Governor of the state summoned the Chief Minister, and after that they took some steps to approach RSS office bearers, and we have been told that Sri Arun Jaitley, Finance Minister, is going to visit Kerala on 6th. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, വസ്തുതകളുടെ പിൻബലമില്ലാതെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായി പോയി ദത്താത്രേയ നടത്തിയത് എന്ന നിലയിലേക്കുള്ള വിലയിരുത്തലുകളാണോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും രൂപപ്പെടുന്നത്? പ്രജീഷ, ദത്താത്രേയ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ എത്തിയത്. കാരണം ഡൽഹിയിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് RSSന്റെ ദേശീയ നേതൃത്വം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. പക്ഷെ വാർത്താ സമ്മേളനം തികച്ചും പൈങ്കിളിയായി പോയി എന്ന് പറയാതിരിക്കാനാകില്ല. കാരണം സംസ്ഥാനത്ത് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, അതിന് പറഞ്ഞ കാരണങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നതായിരുന്നു. മറ്റൊന്ന്, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പോലുള്ളവരുമായുള്ള ഒരു ബന്ധം കേരളത്തിനുണ്ട്. അതിന് കാര്യമായി പറഞ്ഞത് കനകമലയിൽ നടന്ന INA റെയ്ഡായിരുന്നു. കനകമല ഒരു CPMന്റെ പാർട്ടി ഗ്രാമമാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയായിരുന്നു RSS നേതാവ് ചെയ്തു വരികയായിരുന്നു. അതായത് ലക്ഷ്യം ഒന്നു മാത്രം, കേരളത്തിൽ ഭരണം എങ്ങനെയും പിടിച്ചെടുക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക. പക്ഷെ അതിലേക്ക് എത്താനുള്ള വഴികൾ തികച്ചും അസത്യ പ്രചരണങ്ങളിലൂടെ ആയിപ്പോയി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അതിനു പിന്നിൽ RSSമുണ്ട്. നിരവധി CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ആദ്യം ഒരു CPM പ്രവർത്തകർ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ദത്താത്രേയയുടെ പ്രതികരണം. പിന്നീട് തെളിവുകൾ നിരന്നപ്പോൾ അതൊരു സ്വാഭാവിക പ്രതികരണം മാത്രമെന്നായിരുന്നു. NDA സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 13-ൽ കൂടുതൽ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അങ്ങനെ 13 കൊലപാതകങ്ങളും വെറും സാധാരണ പ്രതികരണങ്ങളാണോ എന്ന് ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. മറ്റൊന്ന്, സമാധാന ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, അത് പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാന BJP നേതാക്കൾ, RSS നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. പിന്നെന്തിനാണ് ഇത്തരം ഒരു പ്രചരണം എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമെന്നായിരുന്നു ദത്ര. അതായത് സംസ്ഥാനം നടത്തുന്ന നീക്കങ്ങൾ പോലും ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്ന തരത്തിൽ പോകുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ മോഹൻ ഭഗത്തുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ മുൻകാലങ്ങളിലൊക്കെ RSS നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴൊന്നും CPM വന്നിട്ടില്ല എന്ന് അഴകുഴമ്പൻ മറുപടിയിലൂടെ പറഞ്ഞൊഴിയുകയായിരുന്നു. അതായത് പുതിയ നിലപാടുകൾ എന്താണെന്ന് വ്യക്തമാക്കാൻ പോലും ദത്താത്രേയ തയ്യാറായില്ല. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഡൽഹിയിലുണ്ടായിരുന്നു, പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് RSS നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് അവർ അപലപിക്കുന്നില്ല എന്നാണ്. ഇതാണ് ഒരു പൊതുവിൽ രാഷ്ട്രീയമായി പോലും ഒപ്പമില്ലാത്തവർ ഇക്കാര്യത്തിൽ CPMനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ട് പറയുന്നത്. കാരണം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ RSS കൂടി അത് അപലപിക്കാൻ തയ്യാറാകണം. RSS നേതാക്കൾ നടത്തുന്ന മറ്റ് അഴിമതികൾ, ഈ വ്യാജ നോട്ടടികൾ തുടങ്ങിയവയെ കുറിച്ചൊന്നും നേതൃത്വത്തിന് പറയാനില്ല. പകരം ഇത്തരം ഒരു കള്ള വ്യാജ ആരോപണങ്ങൾ നടത്തി ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നടത്താനുള്ള ഏർപ്പാടുകൾ സജ്ജീകരിക്കുകയാണ് ഇത്തരം നേതാക്കൾ നടത്തുന്നത്. പ്രതീഷ്. ശരി, സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSS കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം സ്വപ്നം മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്നും എന്നാൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടാൽ പാർട്ടി ശക്തമായി ഇടപെടുമെന്നും കോടിയേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിനെ പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് RSSന്റെ അഭിപ്രായം സ്വപ്നം മാത്രമാണെന്നും ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ആദ്യം പിരിച്ചുവിടേണ്ടത് പ്രതിവർഷം 4000 കൊലപാതകം നടക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ. അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിട്ട് ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും.
ഇത് രാജഗോപാലിനോട് വിരോധമുള്ള ഏതോ ആളവിടെയുണ്ട്. അയാൾ MLA ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അപാകതയുള്ളതായി സംസ്ഥാന സമിതി വിലയിരുത്തിയിട്ടില്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് പല മേഖലകളിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് പകരം മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലായിരുന്നോ എന്ന കോടിയേരിയുടെ കുസൃതി നിറഞ്ഞ മറുപടിയിൽ മാധ്യമപ്രവർത്തകരും ചിരിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചനയായി. വേറെന്ത് വാചക പുറത്തേക്ക് വരുവിൻ എന്നാണോ? പല രീതിയിൽ പറയാം. പുറത്തേക്ക് ഒരാൾക്ക് വരുവിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരൊരു വാക്ക് നമുക്ക് ആർക്കും അന്നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഓരോ വാക്ക് അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ ഒരു തെറ്റും സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ഇന്നറിയാം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. NDA സ്ഥാനാർത്ഥിയെ BJP നേതാവ് വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയെ ഗാന്ധിജിയുടെ പൗത്രൻ ഗോപാലകൃഷ്ണ ഗാന്ധിയും മത്സരിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, വോട്ടെടുപ്പിന്റെ വിശദാംശങ്ങൾ. പ്രജീഷ്, രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. 5 മണിക്ക് ശേഷം വോട്ടെണ്ണൽ ആരംഭിക്കും. 7 മണിക്ക് തന്നെ ഫലപ്രഖ്യാപനമുണ്ടാകും. NDA രംഗത്തിറക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ വെങ്കയ്യ നായിഡുവിനെയാണ്. നിലവിലെ അംഗബലം അനുസരിച്ച് വ്യക്തമായ മേധാവിത്വം NDAക്ക് ഉണ്ട്. അതേസമയം തന്നെ 18 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായാണ് ഗാന്ധിജിയുടെ ചെറുമകനായ ഗോപാലകൃഷ്ണ ഗാന്ധിയെ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് വിജയം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയപരമായ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമായാണ് പ്രതിപക്ഷം കാണുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിൽ അട്ടിമറികൾക്കുള്ള സാധ്യത ഒന്നും തന്നെയില്ല. 790 അംഗങ്ങളാണ് ഈ ഇലക്ട്രൽ കോളേജിലുള്ളത്. രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇലക്ട്രൽ കോളേജ്. പകുതിയിലധികം വോട്ട് നേടുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകും. 396 വോട്ടാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 480ലധികം വോട്ട്, അതായത് NDAയുടെ വോട്ടും NDAയെ പിന്തുണയ്ക്കുന്ന AIADMK, ബിജു ജനതാദൾ, YSR കോൺഗ്രസ്, ഈ 3 കക്ഷികളുടെ വോട്ട് കൂടി ചേർക്കുമ്പോൾ 484 വോട്ട് ഇപ്പോൾ NDAക്കുണ്ട്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവിന്റെ വിജയം സുനിശ്ചിതമാണ്. പ്രജീഷ്. ശരി, സന്തോഷം. മിസോറാം ധനമന്ത്രിയുമായി ലോട്ടറി വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിൽ ലോട്ടറി വിൽക്കില്ലെന്ന് മിസോറാം അറിയിച്ചെന്നും ധനമന്ത്രി വ്യക്തമാക്കി. മിസോറാം ലോട്ടറി സംബന്ധിച്ച് ആ സർക്കാരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നേരിട്ട് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് എൻ്റെയും പ്രതികരണത്തിന് അടിസ്ഥാനം. എന്നാൽ അതിൽ വിഷ്വലുണ്ട്, കൃത്യമായിട്ടും മന്ത്രി പറയുന്നു. അതിനെ കേരളം പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് കേരളത്തിൽ ലോട്ടറി വിൽക്കുന്നതിന് തയ്യാറാവുന്നില്ലെന്ന് മിസോറാം ധനമന്ത്രി പറഞ്ഞത്. GST കൗൺസിലിലെ ഇന്നത്തെ യോഗത്തിൽ നിശ്ചയമായിട്ട് അദ്ദേഹത്തെ കാണും. കേരളത്തിൻ്റെ നന്ദി അറിയിക്കും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. CPIM സംസ്ഥാന സമ്മേളനം തൃശൂരിൽ വെച്ച് നടത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 22 മുതൽ 25 വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. 22ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് സെപ്റ്റംബർ 15-ന് തുടക്കമാകും. ഹൈദരാബാദിൽ നടക്കുന്ന 22ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരാവും വേദിയാവുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് മുതലുള്ള സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ 1 മാസം നീണ്ടു നിൽക്കും. നവംബർ 15 മുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും. ഡിസംബർ 26-ാം തീയതി തൃശൂർ, വയനാട് ജില്ലാ സമ്മേളനങ്ങളോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. കാസർഗോഡ്, പത്തനംതിട്ട ഡിസംബർ 29, 30, 31. കോഴിക്കോട്, കോട്ടയം ജനുവരി 2, 3, 4. കൊല്ലം, മലപ്പുറം ജനുവരി 5, 6, 7. ഇടുക്കി, പാലക്കാട് ജനുവരി 8, 9, 10. തിരുവനന്തപുരം, ആലപ്പുഴ ജനുവരി 13, 14, 15. എറണാകുളം ജനുവരി 16, 17, 18. കണ്ണൂർ ജനുവരി 19, 20, 21.
പാർട്ടി കമ്മിറ്റികളിൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യമുണ്ടാവും. സാമൂഹ്യ ഘടനയ്ക്ക് അനുസൃതമായിട്ടാവണം പാർട്ടി കമ്മിറ്റികളിലെ പ്രാതിനിധ്യം തീരുമാനിക്കേണ്ടത്. 3 ടൈം കാലാവധി പൂർത്തിയാക്കിയ മുഴുവൻ സെക്രട്ടറിമാരും സ്ഥാനമൊഴിയും. സമ്മേളനങ്ങളോടനുബന്ധിച്ച് വോളണ്ടിയർ മാർച്ചും സെമിനാറും പ്രകടനവും പൊതുസമ്മേളനവും കലാകായിക മത്സരങ്ങളും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 26-ന് 2000 കേന്ദ്രങ്ങളിലായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 21 മുതൽ 24 വരെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം കൊച്ചിയിൽ നടക്കും. ഓഗസ്റ്റ് 29-ന് നയനാർ അക്കാദമിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി ബക്കറ്റ് കളക്ഷൻ നടത്താനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെയിന്റ് കമ്പനികളുടെയും ഓണത്തിന് കേരള വിപണി ലക്ഷ്യമാക്കിയുള്ള പൂപ്പാടങ്ങൾ കർണാടക അതിർത്തി ഗ്രാമങ്ങളെ ഓറഞ്ച് നിറം ചാർത്തിയിരിക്കുകയാണിപ്പോൾ. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ പ്രതിസന്ധി നേരിടുകയാണ് പൂക്കർഷകർ. വിളവിൽ ഇത്തവണ വലിയ കുറവാണുണ്ടായത്. കേരള അതിർത്തിയിൽ മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂർ വനമേഖല പിന്നിട്ടാൽ പിന്നെ ഈ നിറമാണ് ചുറ്റിലും. അത്ര നിറമുള്ളതല്ല എന്നാൽ ഇവിടുള്ള കർഷക ജീവിതങ്ങൾ. പച്ചക്കറി കൃഷി കഴിഞ്ഞ് മൺസൂൺ കാലത്തോടടുപ്പിച്ചാണ് ചെണ്ടുമല്ലി കൃഷി. ചെണ്ടുമല്ലി നട്ട സമയത്ത് വരൾച്ച കൃഷിയെ ബാധിച്ചു. ശരാശരി 600 മില്ലിമീറ്ററാണ് ഇവിടുത്തെ വർഷപാതം. അല്പം വേനൽ മഴ ലഭിച്ചുവെങ്കിലും മഴക്കാലം കൈവിട്ടു. വിത്തും വളവും നൽകുന്ന കമ്പനികൾ ഈ വർഷം കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 5 രൂപ 50 പൈസയ്ക്കാണ് പൂ വാങ്ങുന്നത്. വിളവ് കുറഞ്ഞതിനാൽ ഇത് അംഗീകരിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഏക്കറിന് 5000 രൂപ മുതൽ 12000 രൂപ വരെ പാട്ട് നൽകിയ കർഷകർ ഭീമമായ നഷ്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ മഴ കമ്മിയാണ്. 3 മാസം ശരിക്കും നല്ല മഴ പോയിട്ട് ചെറുതായിട്ട് ചാടേണ്ടത് എവിടേക്കും എത്തൂല. മഴ നനവ് കുറവാണ്. നമ്മുടെ അടുത്ത് കിണറുണ്ട്, കിണറിന് വെള്ളമുണ്ടായി പോയി. അതുകൊണ്ട് ഇപ്പം ഈ കൊല്ല കുറച്ച് നഷ്ടം കുറവാണ്. ചെയ്ത പ്രണികളൊക്കെ ചെറുതായിട്ട് നഷ്ടം ഉണ്ടാവും. നമുക്ക് കിലോന് 550 കിട്ടും, ടണ്ണിന് 5500 രൂപ കിട്ടും. ആ പൈസ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പ്രധാനമായും ചെണ്ടുമല്ലിയാണെങ്കിലും ഇതുമാത്രമല്ല, മലയാളിക്ക് പൂക്കളം ഒരുക്കേണ്ട ഒട്ടുമിക്കതും ഇവിടെയുള്ള പൂപ്പാടങ്ങളിൽ ഇപ്പോഴുണ്ട്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്യുന്ന കർഷകർ അക്കാലത്തെ മികച്ച പൂവില ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. GSTയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിന് കൊല്ലത്ത് ആരംഭിച്ച ജില്ലാതല ഫെസിലിറ്റേഷൻ സെന്റർ മാതൃകയാകുന്നു. എല്ലാ ദിവസവും GST സംബന്ധിച്ച് കൗൺസിലിംഗിൽ 100 കണക്കിന് പേർ പങ്കെടുക്കുന്നുണ്ട്. ജൂലൈ 1-ന് ആരംഭിച്ച GST ശരിക്കും വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഉപയോക്താക്കളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും ആഴ്ത്തി. പരാതികൾ വരാൻ തുടങ്ങിയതോടെയാണ് GST ശത്രുവല്ല മിത്രമെന്ന സന്ദേശം നൽകി കൊല്ലം വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയ നിവാരണത്തിന് ഫെസിലിറ്റേഷൻ കേന്ദ്രം ആശ്രാമത്തെ ജില്ലാ വാണിജ്യ നികുതി ഓഫീസിൽ ആരംഭിച്ചത്. GSTയിൽ പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കോംപ്ലക്സിലെ ഒരു GST സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പൊതുജനങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് കൃത്യമായിട്ടുള്ള മറുപടികൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം. സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി എല്ലാ പൊതുജനങ്ങളും ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, അവധി ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ്, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിൽ വ്യാപാരികൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് തുടരുന്നു. ഇവിടെ നമുക്ക് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആർക്ക് ഏത് സമയത്തും വിളിച്ച് നമുക്ക് സംശയ നിവാരണം നടത്താവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്കൽ പ്രോബ്ലംസ് ഒരു ഡീലർ സപ്പോർട്ട് പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ടെക്നിക്കൽ പ്രോബ്ലംസ് അവരിവിടെ വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ സംശയ നിവാരണം നടത്തുന്നുണ്ട്. 31 ക്ലാസുകളിലായി 2200ഓളം വ്യാപാരികളും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച ക്ലാസുകളിൽ 3000-ലധികം പേരും പങ്കെടുത്തു. GST സംബന്ധിച്ച ആവലാതികളും പരാതികളും സംശയ ദൂരീകരണത്തിനും ഹെൽപ്പ് ലൈൻ സേവനവും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ തുറമുഖങ്ങൾ ചരക്ക് നീക്കത്തിനായി ശക്തിപ്പെടുത്തുന്നു. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന്റെ ആഴംകൂട്ടൽ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ലക്ഷദ്വീപിനും ബേപ്പൂരിനുമിടയിൽ യാത്രാഗതാഗതം സുഗമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. റോഡിലെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനും ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയ്ക്കാനും തുറമുഖ വികസനം വഴിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായാണ് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. ചരക്ക് നീക്കം കടൽ മാർഗമാകുന്നതോടെ ചെലവിൽ വലിയ കുറവാണുണ്ടാവുക. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ച് അഴീക്കൽ തുറമുഖ വികസനം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആദ്യഘട്ടമായുള്ള ആഴംകൂട്ടൽ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും. നിലവിലുള്ള തുറമുഖങ്ങളുടെ വികസനം, അതിന് ആധുനികവൽക്കരിക്കാനുള്ള ഏർപ്പാടുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ വരാനുള്ള സൗകര്യങ്ങൾ,
ഇതൊക്കെ വരുത്തിയിരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കാനാണ് ആദ്യത്തെ പരിപാടി. കഴിയുമെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഡ്രഡ്ജിങ് ആരംഭിക്കാം. ബേപ്പൂർ തുറമുഖത്തിന്റെ യാത്രാ പ്രാധാന്യം പരിഗണിച്ച് ലക്ഷദ്വീപിനും ബേപ്പൂരിനുമിടയിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കുള്ള പാർപ്പിട സൗകര്യങ്ങൾ, യാത്രാപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ത്വരിതപ്പെടുത്തുവാനും കൂടുതൽ ചരക്ക് ഗതാഗതവും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനുമുള്ള ഏർപ്പാടുകൾ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.